कौन है तुम्हारा उस्ताद? कौन है वो? कौन है उस्ताद? मैं हूँ उस्ताद। मैं हूँ उस्ताद। सुलेमान തൊലിയാർ മണിയൻ ഗോപാല, നിന്റെ തന്ത തള്ളയെ കെട്ടിയപ്പോൾ മേടിച്ച പ്രൊട്ടക്ഷൻ മണിയുടെ വീതം ചോദിച്ചു വന്നതല്ല ഞാൻ. യൂസഫ് ഷാ അസോസിയേറ്റ്സ് എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ്. റെക്കോർഡുകളിൽ എന്റെ പേരില്ലായിരിക്കും, ഉണ്ടാവില്ല. പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും. പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ, ആദാമിന്റെ മകൻ അബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ഈ ആപ്പീസ് ഇവിടെ തുറന്നുകൊണ്ട് പോണെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാ പയ്യന്മാര് പോരാ. നാട്ടീന്ന് ചാവക്കാട്ടുന്നോ പറവൂരുന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടു നിർത്ത്. ഇവിടെയുള്ള ഒരുത്തരെ നമ്പാൻ കൊള്ളില്ല. പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി എന്ന് പോയി പറഞ്ഞ തിരിഞ്ഞവനും നോക്കില്ല. അതുകൊണ്ടാണ് തൊലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. എവിടെടാ പണം? വെള്ളം ഒരുപാട് അകത്തി എന്നാ താഴില്ല സ്വാമി, പൊന്തിക്കിടക്കും. ബോസിന് പഠിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ സ്വാമി? എനിക്ക് ഗുരുദക്ഷിണയൊന്നും തരണ്ട, പഠിച്ച് മിടുക്കനായാ മതി. ആ തൊഴി സ്വാമി, തൊഴി. യൂസഫിനെ കാണുന്നുണ്ടോ? എന്തിനെ? കണ്ടാൽ എന്റെ കൺട്രോൾ തെറ്റും. അവൻ ആ സുലൈമാന്റെ കൂടെ നിന്ന് കളിച്ചതാ. അറിയാഞ്ഞിട്ടില്ല, വേണ്ട. അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു.
ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. അതിന്റെ പേരിൽ ഇവന് മാപ്പ്. ശരി. യെസ്, ടെൽ മീ. യാ യാ, 1 സെക്കൻഡ്. റെസ്റ്റോറന്റിൽ ഗസ്റ്റ് ഉണ്ട്, യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും. ഞാൻ പോയി പറഞ്ഞു വിടണോ? ഹേയ് നോ, ഞാൻ പോവാം. നല്ല കുട്ടികളല്ലേ സെറീനയും അമീറും. ദേ ആർ മൈ കിഡ്സ്. കുളത്തിൽ കയറിപ്പെടാ, ആ സ്വാമിയായിട്ട് മുക്കിക്കൊല്ലാതെ. ഇതിരിക്കട്ടെ, ഗുരുദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു. ഹലോ ഹലോ ഹലോ. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ? പറയാം. പടച്ചവൻ, നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു. അതെടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം, ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ, ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല. ഇഷ്ട സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും. ഞാൻ ഉസ്താദാണ് പറയുന്നത്. പരമേശ്വര, നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫില്ല. നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെലവാവില്ല, എന്റെ അടുത്ത് ചെലവാകില്ല. സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കം ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും. വേണമെങ്കിൽ ഇന്ന് രാത്രി നീ മാറിക്കടാ. ഞാനീ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും. Meet Sedu. He is deadly and dangerous. Mind it, Yusuf. Mind it. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു? തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി, വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ടിപ്പോ. ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷാവർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം, മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിന് അറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന്. താനെന്നെ ന്യായ അന്യായൊന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റണോ? മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറകോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയറില്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Shut your dirty mouth. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. You bloody beggar. അയ്യോ, ക്ലീൻ കരോ. എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ല.
സുഖല്ലേ ഭായി? ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ ബോംബെക്ക് വരുമായിരുന്നു. ഈ ലങ്ക ഷെട്ടി എന്ന് പറഞ്ഞ തെണ്ടി കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽഡ് ആയിട്ടില്ല. ഞാൻ മദ്രാസ്. എനിവേ ഐ ആം കമ്മിങ്. ഓക്കെ ഇൻഷാല്ലാ. ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും. ഇത് എന്റെ ഇറാനി 25 കിലോ ഗോൾഡാ. ഗോൾഡിന് പഴയ ഗുണമൊന്നുമില്ല. എന്നാലും ഇറാനി അയ്യാർക്കാ ശരി ഒന്ന് പണ്ണ് തിരുപ്പി കൂപ്പിട சொல்லு. ഇങ്ങോട്ട് വരാൻ പറ. ഇറാനി തെരിയുമോ അവർക്ക്? ഇറാനി ഞാൻ ഈ പറഞ്ഞതൊന്നും ഇറാനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനിങ്ങനെ കപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. എടോ, ഇന്ന് ഇന്ത്യയിൽ നമ്പർ 2 ബിസിനസ് ചെയ്യുന്ന ടോപ്പ് ആർട്ടിസ്റ്റിനെയാണ് താൻ ഇവിടെ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ. പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ല റെസ്പെക്ട് വേണം. कैसे है बेटा? ഫൈൻ, ഹാപ്പി, വെരി ഗുഡ്. പരമേശ്വര അല്ല, ഇതെന്ത് വേഷം? ആളാകെ മാറിയില്ലോ. എപ്പ എത്തി മദ്രാസില്? പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് വരാമായിരുന്നു. ഈ മംഗോളിയൻ മുഖമുള്ള കുള്ളൻ കുഞ്ഞിപ്പാലു, സ്വർണ്ണ കച്ചവടക്കാരൻ കുഞ്ഞിപ്പാലു. ഏത് പരമേശ്വരൻ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, നല്ല റെസ്പെക്ട് വേണമെന്നൊക്കെ. സോറി ഉസ്താദ്, ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന. സോറി, എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട്. അയാളാണെന്ന് കരുതി പറ്റിയതാ. പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ. നല്ല ആളാ, ഡീസന്റാ. എന്താ പേര് പറഞ്ഞേ? ഉസ്താദ്. ഉസ്താദെ, അയാൾ കുഞ്ഞിപ്പാലു. കഞ്ഞിപ്പാലു. നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം. യൂസഫ് ബായി അതിനാണ് വന്നത്. എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന് കാണുമായിരിക്കും. 2 പയ്യന്മാരെ തൂക്കം കൊടുത്ത് അയച്ചിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം. മാപ്പാക്കണം. അങ്ങനെ ഒരു വിഡ്ഢിത്തം ഞാൻ ചെയ്തു. പടച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പൊറുക്കണം ഉസ്താദ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു. ഓളൊന്ന് സുഖമായിട്ട് കഴിയാ ഉസ്താദ്. അതന്നേ ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞത് പോട്ടെ, ഇനി പ്രശ്നങ്ങളില്ല. സബ് കുച്ച് സെറ്റിൽഡ്. എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ. എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം? ഞാൻ പറയാം. എന്റെ 25 കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു വെച്ചിരിക്കുക. അതൊന്ന് റിലീസ് ചെയ്തു തരണം. ആര് പിടിച്ചു വെച്ചു? ലങ്കേഷ് ഷെട്ടി. ഉസ്താദ്, ലങ്കേഷ് ഷെട്ടി ആരാന്നറിയോ? ഇവന്റെ ആളാണ്. ഹലോ, അതൊന്ന് ഡീൽ ചെയ്യൂ യൂസഫ്. ഷുവർ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഫീസ് ഞാൻ വാങ്ങും, പക്ഷെ ഇതിനില്ല. കാരണം എന്റെ ഉസ്താദ് ഞാനും കോംപ്രമൈസ് ആയ ദിവസമാണിന്ന്. സോ ദിസ് ഇസ് ഫ്രീ സർവീസ്. ഓക്കെ യൂസഫ്, ഞാൻ പോകുന്നു. Okay. ഈ രാത്രി തീർക്കേണ്ട കുറെ ജോലികളുണ്ട്. ഒരു സത്യം പറഞ്ഞിട്ട് പോവോ? രണ്ടും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? ഇതും അതും ഒന്നല്ലേ? അതും ഇതും ഒന്നല്ലേ? കോളിയോടന്മാരുടെ ഡോക്യുമെന്റ് അത് വിട്ടുകൊടുത്തു.